ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. മറ്റ് മീനുകളെക്കാളും പെട്ടെന്ന് കൊഞ്ച് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. കൊള്ളാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. കൊഞ്ചും മാങ്ങയും കൂടെ ചേർത്താണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ മാങ്ങയുടെ സീസണിൽ കൊഞ്ചും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം. എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, നല്ല സൂപ്പർ ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഒരുപാട് ഫിഷ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വ്യൂസ് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മീൻ കറി, വറുത്തരച്ച് വയ്ക്കുന്നത്, പച്ചയ്ക്ക് വയ്ക്കുന്നത്, ഫ്രൈ, അങ്ങനെ ഒരുപാട് തരം റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി ഒരു കൈ അളവിന് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. മാങ്ങ, ഒരു പകുതി മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്. നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ചേർത്തെടുക്കാം. ചെറിയ ഉള്ളി നമ്മൾ ഒരു കൈപ്പിടി അളവിനുള്ള ചെറിയ ഉള്ളി കഴുകി തൊലി കളഞ്ഞിട്ട് കഴുകി അരിഞ്ഞെടുക്കുന്നത് ചേർത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പൊടി കരിയാതിരിക്കാനായി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൊഞ്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, ഇപ്പോൾ നേരത്തെ കൊഞ്ച് കിട്ടിയത് കൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കിത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഒരു ചെറിയൊരു മാങ്ങയുടെ ഇത്രയും പാർട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു പകുതി മാങ്ങ അരിഞ്ഞെടുത്തത് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞ് എടുത്ത പാലാണ്. അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. ആദ്യം ഒരല്പമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടപ്പടച്ച് വയ്ക്കാം. ഒരല്പം ഗ്യാപ്പ് വിട്ട് അടയ്ക്കാം. അപ്പോൾ മറ്റു മീനുകൾ നമുക്കിതുപോലെ ഇളക്കാൻ പറ്റില്ല. ഇപ്പോൾ കൊഞ്ചായതുകൊണ്ട് ഇളക്കാം, പൊടിഞ്ഞു പോകുന്ന പേടി വേണ്ട. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. മറ്റ് മീനുകളെക്കാളും പെട്ടെന്ന് കൊഞ്ച് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മതിയാകും. കൊഞ്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ടുണ്ട്, അടച്ചു വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.